കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭാഗവതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ഭാഗമാണ്. ഏതാണ്? മുചുകുന്ദ മോക്ഷം. അങ്ങനെ മുചുകുന്ദൻ മോക്ഷം പ്രാപിച്ചു. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. ഹരേ കൃഷ്ണ. അങ്ങനെ മുചുകുന്ദനെ അനുഗ്രഹിച്ച് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം കൃഷ്ണൻ നേരെ എവിടേക്ക് എത്തിച്ചേരുന്നു? മധുരയിലേക്ക് എത്തിച്ചേരുന്നു. ആ സമയം യവനൻ്റെ സൈന്യം അവിടെയുണ്ട്, അല്ലേ? യവനൻ്റെ സൈന്യം കോട്ട വളയുകയും ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ആ സൈന്യത്തെ മുഴുവനും 1.25 നാഴിക നേരം കൊണ്ട് കൊന്നൊടുക്കുന്നു. ആ സമയം അവിടേക്ക് ആരെത്തിച്ചേരുന്നു? ജരാസന്ധൻ എത്തിച്ചേരുന്നു. 23 അക്ഷൗണി പടകളോടുകൂടിയാണ് ജരാസന്ധൻ ആ സമയം അവിടെ എത്തിച്ചേർന്നത്. പിന്നീട് ഘോരമായ യുദ്ധമാണ്. യുദ്ധത്തിൽ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ജരാസന്ധന് തോന്നണം. അങ്ങനെ തോന്നുന്ന രീതിയിൽ കൃഷ്ണൻ എന്തു ചെയ്യുകയാണ്? അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ജരാസന്ധൻ നോക്കുമ്പോൾ കൃഷ്ണൻ പേടിച്ചോടുന്നു. ജരാസന്ധനും പടയും കൃഷ്ണനെ പുച്ഛിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പുറകിന് ഓടുന്നു. ജ്യേഷ്ഠനും അനുജനും അതാ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പുറകിന് ജരാസന്ധനും സൈന്യവും. അത് കണ്ടപ്പോൾ ജരാസന്ധന് കുറച്ചുകൂടി ധൈര്യവും ശൗര്യവുമൊക്കെ വർദ്ധിക്കുന്നു. എടാ പിള്ളാരെ, നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി? പശുവിനെ മേയ്ക്കുന്നതല്ല യുദ്ധമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ചുണയുണ്ടെങ്കിൽ തിരിഞ്ഞ് നേരെ നിന്ന് പോരാടുക. സാമർഥ്യമൊന്ന് കാണട്ടെ. പാവങ്ങൾ പേടിച്ചോടുന്ന ഓട്ടം കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ പരിഹാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് ജരാസന്ധനും സൈന്യവും കൃഷ്ണൻ്റെയും രാമൻ്റെയും പുറകെ ഓടിത്തുടങ്ങി. ഒടുവിൽ വസുദേവൻ്റെ പുത്രന്മാർ രക്ഷപ്പെടണം എന്നുള്ള നാട്യത്തിൽ പ്രവർഷണത്തിൻ്റെ പുറത്തേക്ക് ചാടിക്കയറുന്നു. പ്രവർഷണം എന്താണ്? പർവ്വതമാണ്, അല്ലേ? പ്രവർഷണത്തിൽ നിന്നുകൊണ്ടാണ് ദ്വാരകയുടെ സ്ഥാനം ആര് നിർണയിച്ചത്? കൃഷ്ണൻ നിർണയിച്ചത്. ആ പ്രവർഷണത്തിൻ്റെ മുകളിലേക്ക് രാമനും കൃഷ്ണനും ഓടിക്കയറുന്നു. അവരെ അവിടെയിട്ട് ചുട്ട് ചാമ്പലാക്കണം എന്ന് കരുതിയിട്ട് പർവ്വതത്തിനു ചുറ്റും തീ കൊളുത്തുവാൻ മഗധ രാജാവായ ജരാസന്ധൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ ഈ ഭടന്മാർ പർവ്വതത്തിൻ്റെ ചുറ്റും വള്ളികളും വൃക്ഷങ്ങളും ചവറുകളുമൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് തീ കൊളുത്തുവാൻ തുടങ്ങി. ആ സമയം കൃഷ്ണൻ ജ്യേഷ്ഠൻ്റെ കയ്യിന്മേൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും കുതിച്ചു ചാടുകയാണ്. എങ്ങോട്ടേക്ക്? സമുദ്രത്തിലേക്ക്. ഇങ്ങനെ സമുദ്രത്തിലേക്ക് കൃഷ്ണനും രാമനും ചാടുന്നത് ആരും കണ്ടില്ല. അവര് എന്തു ചെയ്യുന്നു? സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടുകയും പെട്ടെന്നു തന്നെ നീന്തി
ദ്വാരകയിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അവർ ചാടിപ്പോയത് ആരും കണ്ടില്ല. ആ യാദവ ബാലന്മാർ അഗ്നിയിൽ ദഹിച്ചു പോയി എന്ന് ജരാസന്ധൻ തീരുമാനിക്കുകയും ചെയ്തു. ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ചു എന്ന് മാത്രമല്ല, അവരെ അഗ്നിയിലിട്ട് ചുട്ടുകളഞ്ഞു എന്നുള്ള ചിന്തയായി പിന്നീട് ജരാസന്ധന്. അങ്ങനെ വിജയശ്രീലാളിതനായി എന്ന ഭാവത്തിൽ വലിയ ബഹളത്തോടുകൂടി ആഘോഷത്തോടുകൂടി ജരാസന്ധൻ എവിടേക്ക് എത്തിച്ചേരുന്നു? തിരിച്ച് മധുരയിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് മധുരയുടെ 4 ഗോപുരങ്ങളിലും കൊട്ടാര മണിമേടകളുടെ മുകളിലും വെന്നിക്കൊടികൾ പാറിക്കുന്നു. പിന്നീട് ജരാസന്ധൻ മധുരയുടെ അവകാശികളായി ആരെ വാഴിക്കുന്നു? കംസന്റെ പുത്രന്മാരെ വാഴിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ എന്തുകൊണ്ടാണ് കൃഷ്ണനും രാമനും ജരാസന്ധനെ വധിക്കാതിരുന്നത്? കാരണം ഇതിനു മുമ്പ് ഒരു യുദ്ധത്തിൽ രാമൻ ജരാസന്ധനെ ഒറ്റ ചവിട്ടിന് കൊല്ലാൻ പോയതാണ്. അന്ന് കൃഷ്ണൻ തടുത്തു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അവനെ കൊല്ലരുത്, ഇവനെ കൊല്ലേണ്ടവൻ ആരാണ്? ഭീമനാണ് എന്ന് പറഞ്ഞു. ഇവിടെയും വേണമെങ്കിൽ കൃഷ്ണനും രാമനും ജരാസന്ധനെ കൊല്ലാമായിരുന്നു. പക്ഷേ കൊന്നില്ല. അതിൻ്റെ കാരണവും ഇവനെ കൊല്ലേണ്ടവൻ ഭീമനാണ്. പിന്നെ മറ്റൊരു ചിന്തയുണ്ട്. മധുര കംസന്റെ പുത്രന്മാർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹവും കൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് മധുരയിൽ നിന്ന് കൃഷ്ണൻ എവിടേക്ക് മാറിയത്? ദ്വാരക എന്ന നഗരം സൃഷ്ടിച്ച് ആ നഗരത്തിലേക്ക് രായ്ക്ക് രാമാനം തൻ്റെ ജനങ്ങളെയെല്ലാം മാറ്റിയത്. എന്നിട്ട് മധുരയുടെ മേൽ ആർക്കും അവകാശമില്ലാത്ത രീതിയിൽ, അതായത് യാദവന്മാർക്ക് ആർക്കും അവകാശമില്ലാത്ത രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷമാണ് പിന്നീട് ഈ സമയം കൃഷ്ണൻ മധുരയിലേക്ക് എത്തിച്ചേർന്നതും. പക്ഷേ ജരാസന്ധൻ്റെ ചിന്ത മുഴുവനും തന്നെ പേടിച്ചോടിയതാണ്. താൻ 2 പേരെയും, രാമനെയും കൃഷ്ണനെയും കൊന്നു കഴിഞ്ഞു. തൻ്റെ സാമർഥ്യത്താലാണ് ഇപ്പോൾ കംസന്റെ പുത്രന്മാർക്ക് മധുര തിരിച്ചു കിട്ടിയത് എന്നുള്ള ചിന്തയാണ് ജരാസന്ധന്. പക്ഷേ ഇതെല്ലാം കൃഷ്ണൻ്റെ തീരുമാനങ്ങളായിരുന്നു എന്ന് ഇപ്പോഴൊന്നും ജരാസന്ധൻ അറിയില്ല. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ജരാസന്ധൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ അധ്യായം ഇതോടുകൂടി ഇവിടെ സമാപിച്ചു. നാളെ ഒരു വിവാഹത്തിനാണ് നമുക്ക് പോകേണ്ടത്. ആരുടെ വിവാഹമാണ്? വസുദേവപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമൻ്റെ വിവാഹമാണ്. ആ വിവാഹത്തിനാണ് നാളെ നമുക്ക് പോകേണ്ടത്. എത്ര പേര് മാധവത്തിൻ്റെ കൂടെ ആ വിവാഹത്തിന് പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം, ഭഗവാൻ ഏതു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് സമുദ്രത്തിലേക്ക് ചാടി ദ്വാരകയിലേക്ക് നീന്തി കയറിയത്? അതാണ് ഇന്നത്തെ ചോദ്യം. നാളത്തെ വിവാഹത്തിനായി എല്ലാവരും കാത്തിരിക്കുക. നാളെ ബലരാമൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായിട്ട് മാധവത്തിൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക,
ഭഗവാനെ സ്നേഹിക്കുക. എന്നും ഒരു 10-20 മിനിറ്റെങ്കിലും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. ഹരേ കൃഷ്ണ.